ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചകളിലായിട്ട് നമുക്ക് ക്രിസ്തുവിന്റെ 1-ാം വർഷത്തെ ശുശ്രൂഷയും 2-ാം വർഷവും പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. നമുക്കിന്ന് യേശുവിന്റെ ശുശ്രൂഷയുടെ 3-ാമത്തെ വർഷത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. യേശുവിന്റെ ശുശ്രൂഷയുടെ 3-ാമത്തെ വർഷം. ഓക്കെ, നമ്മളതിന്റെ ക്രൂശീകരണം വരെ പോകുന്നില്ല. അതിന് തൊട്ട് മുൻപുള്ള ഒരാഴ്ചക്ക് മുൻപ് നമ്മൾ അത് അവസാനിപ്പിക്കും. അടുത്ത ആഴ്ച നമുക്ക് യേശുവിന്റെ അവസാനത്തെ ആഴ്ച അതുകൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഭാഗത്തെ ഒരു 7 ഡിവിഷനുകളായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. അതായത് അവസാന വർഷം നമുക്ക് 7 ഡിവിഷനായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. 1-ാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് യേശു ഗലീലയിലും അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലും സഞ്ചരിച്ച് പ്രവർത്തിക്കുന്ന കാര്യമാണ്. യേശു ഗലീലയിലും അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലും സഞ്ചരിച്ച് പ്രവർത്തിക്കുകയാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ് നടക്കുന്നത്. 1-ാമത്തെ കാര്യം, ഈ ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് തന്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി, ദാവീദ് പുത്ര, എന്റെ മകൾ ഇങ്ങനെ ഭൂതോദരവും ബാധിച്ചിരിക്കുകയാണ്, നീ സൗഖ്യം കൊടുക്കണമെന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പൊ അതാണ് ഈ ഗലീലയിലെ പ്രവർത്തനങ്ങളുടെ 3-ാം വർഷത്തെ ഒരു പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്ന്. കനാന്യ സ്ത്രീയുടെ മകൾക്ക് യേശു കർത്താവ് സൗഖ്യം നൽകുന്നു. കനാന്യ സ്ത്രീയുടെ മകൾക്ക് യേശു കർത്താവ് സൗഖ്യം നൽകുന്നു. അതിന്റെ വേദഭാഗങ്ങൾ മത്തായി സുവിശേഷം 15-ന്റെ 21 മുതൽ 28 വരെ, മത്തായി 15-ന്റെ 21 മുതൽ 28 വരെ, മർക്കോസ് 7-ന്റെ 24 മുതൽ 30 വരെ. മർക്കോസ് 7-ന്റെ 24 മുതൽ 30 വരെ. നമുക്ക് ഈ ഒരു സെക്ഷൻ തീർത്തിട്ട് അങ്ങനെ പ്രായോഗികമായ പാഠങ്ങൾ പഠിക്കാം. 2-ാമത്തെ കാര്യം, യേശു ഊമനും കുരുടനുമായ മനുഷ്യനെ സൗഖ്യമാക്കി. യേശു ഊമനുമായ മനുഷ്യനെ, ചെകിടനാണ്, ഊമനും ചെകിടനുമായ മനുഷ്യനെ സൗഖ്യമാക്കി. മത്തായി 15-ന്റെ 29-31 വരെ, മത്തായി 15 29-31 വരെ, മർക്കോസ് 7-ന്റെ 31 മുതൽ 37 വരെ. മർക്കോസ് 7-ന്റെ 31 മുതൽ 37 വരെ. 3-ാമത്തെ സംഭവം 4000 പേരെ പോഷിപ്പിച്ചതാണ്. 4000 പേരെ പോഷിപ്പിച്ചു. 4000 പേരെ പോഷിപ്പിച്ചു. മത്തായി 15-ന്റെ 32 മുതൽ 39 വരെ, മത്തായി 15-ന്റെ 32 മുതൽ 39 വരെ, മർക്കോസ് 8-ന്റെ 1 മുതൽ 10 വരെ. മർക്കോസ് 8-ന്റെ 1 മുതൽ 10 വരെ. 4-ാമത്തെ സംഭവം, യഹൂദന്മാർ യേശുവിനോട് അടയാളം ചോദിച്ചു. യഹൂദന്മാർ യേശുവിനോട് അടയാളം ചോദിച്ചു. മത്തായി 16-ന്റെ 1 മുതൽ 4 വരെ, മർക്കോസ് 8-ന്റെ 11 മുതൽ 13 വരെ. യഹൂദന്മാർ യേശുവിനോട് അടയാളം ചോദിച്ചു. മത്തായി 16-ന്റെ 1 മുതൽ 4 വരെ, മർക്കോസ് 8-ന്റെ 11 മുതൽ 13 വരെ. 5-ാമത്തെ പ്രധാന സംഭവം, യേശു യഹൂദ പ്രമാണിമാരെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകി. യഹൂദ പ്രമാണിമാരെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകി. അത് മത്തായി 16-ന്റെ 5 മുതൽ 12 വരെ, മർക്കോസ് 8-ന്റെ 14 മുതൽ 21 വരെ. യേശു യഹൂദ പ്രമാണിമാരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി. മത്തായി 16-ന്റെ 5 മുതൽ 12 വരെ, മർക്കോസ് 8-ന്റെ 14 മുതൽ 21 വരെ. 6-ാമത്തെ കാര്യം, ബേത്സയിദയിൽ വെച്ച് കുരുടന് കാഴ്ച നൽകി. ബേത്സയിദയിൽ വെച്ച് കുരുടന് കാഴ്ച നൽകി. മർക്കോസ് 8-ന്റെ 22 മുതൽ 26 വരെ. മർക്കോസ് 8-ന്റെ 22 മുതൽ 26 വരെ. ഇനി നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങളുണ്ട്. നമുക്ക് ആദ്യം മത്തായി സുവിശേഷം 15-ന്റെ 32 ഒന്ന് വായിക്കാം. മത്തായി 15-ന്റെ 32-ാമത്തെ വാക്യം. ഒരു അനുകമ്പയുള്ളവനായ യേശു, അല്ലെ? ഇപ്പൊ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പാഠം എന്താ? അനുകമ്പയുള്ളവരായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു പാഠം. യേശുവിന്റെ കൂടെ 3 ദിവസമായിട്ട് ആളുകളുണ്ട്.
3 ദിവസമായിട്ട് ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവര് വചനം കേട്ടോണ്ടിരിക്കുക. രാത്രി വീട്ടിൽ പോയിട്ടുണ്ടാകാം, പക്ഷെ വീണ്ടും തിരിച്ചു വരുന്നു. 3 ദിവസമായിട്ട് കൂടെയുണ്ട്. അപ്പൊ ഇവർക്ക് ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഇവര് വീട്ടിൽ തിരിച്ചു പോയാൽ പകുതി വഴി വെച്ച് തളർന്ന് വീണേക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവർക്ക് ആഹാരം കൊടുക്കണം. അപ്പൊ പഠിക്കാൻ കഴിയുന്ന ഒരു പാഠമാണ് യേശുവിനെ പോലെ നമ്മൾ എന്താകുക? അനുകമ്പയുള്ളവരായിട്ട് മാറുക. അനുകമ്പയുള്ളവരായിട്ട് മാറുക. രണ്ടാമത്തെ പാഠം 16-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. 16-ാം അധ്യായം 3-ാമത്തെ വാക്യം. യേശു വളരെ അധികാരത്തോടു കൂടെയാണ് ഈ യഹൂദന്മാരോട് സംസാരിക്കുന്നത്. അതും ഒരു അടയാളം ചോദിച്ചപ്പോ വളരെ അധികാരത്തോടെ, നിങ്ങൾക്ക് എന്തിനാണ് ഈ അടയാളങ്ങളൊക്കെ? നിങ്ങൾ ഈ ആകാശം ചുമന്ന് കണ്ടാൽ അല്ലെങ്കിൽ അത്തി തവിർക്കുന്നത് കണ്ടാൽ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ദൈവം മനുഷ്യനായി മാറിയ മശിഹായെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന രീതിയിൽ വളരെ അധികാരത്തോടെ എന്ത് ചെയ്യുന്നു? ആളുകളോട് സംസാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കണ്ടു, യേശുവിന്റെ ശുശ്രൂഷയെല്ലാം മറ്റ് ശാസ്ത്രിമാരെ പോലെ ആയിരുന്നില്ല. അധികാരത്തോടെ എന്ത് ചെയ്തു? യേശു സംസാരിച്ചു. അപ്പൊ നമ്മളുടെ ഈ ആത്മീക ശുശ്രൂഷകളിലും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. നമുക്ക് ദാസ്യ മനോഭാവം വേണം. നമ്മൾ ദാസന്മാരാണ്. പക്ഷെ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് എന്ന ബോധ്യവും, ഇത് ഞാൻ ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധ്യവും നമ്മെ ഭരിക്കണം. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാൻ, പറയേണ്ട രീതിയിൽ പറയാൻ, പറയേണ്ടവരോടൊക്കെ പറയാൻ നമുക്ക് സാധിക്കണം. യേശുവിനെ പോലെ അധികാരത്തോടെ സംസാരിക്കാൻ നമുക്ക് കഴിയണം. അതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, നമുക്ക് മത്തായി സുവിശേഷം തന്നെ 16-ന്റെ 6 മുതൽ 6-ാം വാക്യവും 12-ാം വാക്യവും ഒന്ന് വായിക്കാം. 6-ാം വാക്യവും 12-ാമത്തെ വാക്യം. ഓക്കെ, അടുത്ത വാക്യം വായിച്ചു. അവർ തമ്മിൽ പറഞ്ഞു. ഓക്കെ, അതിന്റെ താഴോട്ട് വരും 12-ാം വാക്യം. അപ്പൊ യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞപ്പോ ശിഷ്യന്മാർക്ക് ഒരു സംശയമല്ല, തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇത് യേശു പറയുന്നത് നമ്മൾ അപ്പം കൊണ്ടുവരാഞ്ഞത് കൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് എന്നവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ തെറ്റിദ്ധരിച്ചപ്പോ യേശു എന്താ ചെയ്യുന്നത്? എന്നാ പിന്നെ അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വെക്കുകയല്ല, ആണോ? അല്ല, യേശു ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അതായത് തന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല. താൻ പറയുന്നത് വളരെ ക്ലാരിറ്റിയോടെ പറയുകയും, അത് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായപ്പോൾ ആ തെറ്റിദ്ധാരണ തിരുത്തുകയും ചെയ്തു. ഓക്കെ, ഒരു വാക്കുകളിൽ ഒരു ആത്മാർത്ഥത ആർക്കുണ്ടായിരുന്നു? യേശുവിന് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നത്, അല്ലെങ്കിൽ കേൾവിക്കാർ എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളത് യേശു കർത്താവ് എന്ത് ചെയ്തിരുന്നു? അതിന് വാല്യൂ കൊടുത്തിരുന്നു. അവർക്ക് അങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചില്ല. അവരെന്ത് മനസ്സിലാക്കണമോ അത് തന്നെ എന്ത് ചെയ്തു? അവർക്ക് വ്യക്തമായി പറഞ്ഞ് കൊടുത്തു. എന്തെങ്കിലും ധരിച്ചിട്ട് പോകട്ടെ എന്നാര് കരുതിയില്ല? യേശു കരുതിയില്ല. അപ്പൊ നമ്മളുടെ ശുശ്രൂഷകളിലും നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആളുകൾക്ക് നമ്മൾ പറയുന്ന കാര്യം ബോധ്യമാകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇനി അവർ വേറെ രീതിയിലാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ ആ കാര്യം ക്ലാരിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? പിന്നീട് ആണെങ്കിൽ പോലും സാധിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ നിങ്ങൾ വേറെ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴെങ്കിലും ഞാൻ ഉദ്ദേശിച്ച കാര്യം അതായിരുന്നില്ല, ഇന്നതായിരുന്നു എന്ന് പറയാനുള്ള ഒരു ആത്മാർത്ഥത എനിക്കുണ്ടാകണം. നിങ്ങൾ എന്തെങ്കിലും കരുതട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. യേശുവിന്റെ രീതി അങ്ങനെ ആയിരുന്നില്ല. യേശു തന്റെ വാക്കുകളിൽ ആത്മാർത്ഥതയുള്ളവനാണ്. ആളുകൾ എന്ത് മനസ്സിലാക്കണമെന്ന് യേശു കർത്താവിന് ഒരു ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യപ്രകാരമാണ് യേശു സംസാരിച്ചത്. അത് തെറ്റിദ്ധരിച്ചപ്പോൾ ആ കാര്യം കൂടുതൽ വ്യക്തമായിട്ട് ആര് പറഞ്ഞു കൊടുത്തു? യേശു കർത്താവ് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇതാണ് യേശു കർത്താവ് എന്നുള്ള 3 പാഠങ്ങൾ പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കിയാൽ,
15-ാം അധ്യായത്തിന്റെ മത്തായി 15 22-ാം വാക്യം 23-ാം വാക്യം. മത്തായി 15 22 23. ആ അതെ, യേശു കർത്താവിന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്ന് തന്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി യാചിക്കുകയാണ്. ഇങ്ങനെ യാചിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രത്യേകത, ഈ യാചന കേട്ടു നിന്ന ആൾക്കാര്, ശിഷ്യന്മാര്, അവരും കൂടെ വന്ന് എന്ത് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. ഗുരു ആ സ്ത്രീ എന്ത് ചെയ്യുന്നു, കുറെ നേരമായിട്ട് അപേക്ഷിക്കുന്നു, നീ അവളുടെ കാര്യം ചെയ്ത് കൊടുക്കണം എന്ന് പറയുക. അപ്പം ഈ ആവശ്യബോധത്തോടു കൂടെയുള്ള ഒരു യാചനയായിരുന്നു ആരുടേത്? ഈ കനാന്യ സ്ത്രീയുടെ. വളരെ ആവശ്യബോധത്തോടുകൂടെ അവരെന്ത് ചെയ്തു? യേശുവിനോട് പ്രാർത്ഥിച്ചു. നമ്മളുടെയൊക്കെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം, പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ ദൈവത്തിനും തോന്നണം, കേൾക്കുന്ന ആൾക്കാർക്കും തോന്നണം, ഇവർക്ക് എന്തുണ്ട്, ഈ കാര്യം നേടാൻ ഒരു ആവശ്യബോധം ഉണ്ട്. ഈ വെറുതെ പ്രാർത്ഥിക്കുന്നവരല്ല. ഈ ചില ആൾക്കാർ പറയും, ഞാൻ കുറെ നാള് പ്രാർത്ഥിച്ചു, പിന്നെ പ്രാർത്ഥിച്ചെടുത്ത് കളഞ്ഞു. ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ച് കളഞ്ഞു, കാരണം കിട്ടുന്നില്ല, പ്രാർത്ഥിച്ച് കളഞ്ഞെന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെയല്ല, നമ്മളുടെ പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിനും തോന്നണം, ഇനി വേറെ അവർക്കും തോന്നണം, ഇവർക്ക് റിയലി ഈ ആവശ്യമാണ്, അല്ലെങ്കിൽ ഈ കാര്യം ആവശ്യമാണ്. ഒരു ഉത്തരത്തിന്റെ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് അത്രയേറെ ആവശ്യബോധം നമുക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് കേൾക്കുന്നവർക്ക് പോലും ഉണ്ടാകുന്നത് പോലെ യാചിക്കാൻ നമുക്ക് സാധിക്കണം. ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? ദൈവത്തോട് ആത്മാർത്ഥമായി യാചിക്കുക. അതാണ് ഈ സ്ത്രീ വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ശിഷ്യന്മാര് പറഞ്ഞു, ഗുരു ആ സ്ത്രീയുടെ കാര്യം നീ നടത്തി. കേൾക്കുന്നവർക്ക് പോലും അനുകമ്പ തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഈ സ്ത്രീയുടേത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മാതൃകയാക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആവശ്യബോധത്തോടെ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി മത്തായി 15:32 വാക്യം. മത്തായി 15:32. 3 നാളായിട്ട് യേശുവിന്റെ കൂടെയുണ്ട്. എന്തിനാ? വചനം കേൾക്കാൻ വേണ്ടിയാ, അല്ലെ? യേശുവിന്റെ കൂടെ ആൾക്കാർ നിന്നതിന്റെ കാരണം എന്താ? വചനം കേൾക്കാൻ വേണ്ടി. വചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം ആർക്കുണ്ടായിരുന്നു? ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഗലീല പ്രദേശങ്ങളിലുള്ള ജനത്തിന് ഉണ്ടായി. നമുക്ക് എന്ത് വേണം? വചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം വേണം. വചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം വേണം. പലപ്പോഴും ഈ വചന കേൾവി വളരെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത്, കേൾക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ശ്രദ്ധിക്കുന്നില്ല. കേൾക്കേണ്ടതുപോലെ കേൾക്കുന്നില്ല. നിങ്ങൾ എങ്ങനെ കേൾക്കുന്ന കർത്താവ് ചോദിച്ചതുപോലെ കേൾക്കേണ്ടതുപോലെ എന്ത് ചെയ്യുന്നില്ല? വചനം കേൾക്കുന്നില്ല. പലപ്പോഴും ഈ വചനം കേൾക്കാനുള്ള ഒരു മനസ്സ് കുറവാണ് ആളുകൾക്ക്. ഇപ്പോഴത്തെ ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ വേറെ കാര്യത്തിലേക്ക് ചിന്ത പോവുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ റോഡ് സൈഡിലേക്കാണ് സഭാ ഹോളെങ്കിൽ അത് നേരെ റോഡിലോട്ട് തിരിഞ്ഞാണെങ്കിൽ ജനലിൽ കൂടെ വണ്ടി എത്രണ്ണം പോകുന്നുണ്ട്, ആരൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആരും നടന്നു പോകുന്നുണ്ടോ, ഇതൊക്കെ നോക്കാൻ വേണ്ടി നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയാണ്. വചനത്തിന് വേണ്ടി ഒരു ദാഹം ഇന്ന് എവിടെ കാണുന്നില്ല? ഈ ആത്മീയ ഗോളത്തിനകത്ത് കാണുന്നില്ല. പക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ മൊബൈലുകളിൽ പോലും സുലഭമായിട്ട് എന്ത് കിട്ടുന്നുണ്ട്? വചനം കിട്ടും എന്ന് പറഞ്ഞാൽ ഒത്തിരി അവൈലബിൾ ആയ സോഴ്സുകൾ നമുക്കുണ്ട്. പക്ഷെ ആ സോഴ്സുകൾ പലരും ഉപയോഗിക്കാറില്ല, അതിനെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്ത് യൂട്യൂബ് തുറക്കുമ്പോൾ ഈ യൂട്യൂബിന്റെ പ്രത്യേകതയുണ്ട്, അവര് നമുക്ക് വീഡിയോ സജസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇപ്പോൾ കാണുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിരിക്കും അടുത്ത പ്രാവശ്യം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ യൂട്യൂബിൽ എടുത്ത് നോക്കണം, അതിനകത്ത് ഏതാണ് കൂടുതലും വരുന്നതെന്ന്. രാഷ്ട്രീയമാണോ, കോമഡിയാണോ, ട്രോളുകളാണോ, അതെയോ ആത്മീയമായ വിഷയങ്ങളാണോ നോക്കണം. ഈ ആത്മീയ വിഷയങ്ങളാണെങ്കിൽ അതിന്റെ അർത്ഥം വി ഓഫൺ ലിസൺ ടു ദാറ്റ്, നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നു? അത് കേൾക്കുന്നു. പിന്നെ കേൾക്കുമ്പോഴും എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ കേൾക്കണം.
വേറൊരു കാര്യവും നമ്മൾ ആ സമയത്ത് ചെയ്യാനായിട്ട് പോകരുത്. നമ്മൾ ഇരിക്കുന്ന സ്ഥലം ദൈവത്തിന്റെ സന്നിധിയാണ്. ആ ബോധ്യം നമ്മളെല്ലാവരെയും ഭരിക്കണം. നമ്മൾ ഇരിക്കുന്ന സ്ഥലം ദൈവത്തിന്റെ സന്നിധിയാണ്. ഒരാൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നത് ക്രിസ്തുവിന്റെ പകരക്കാരനായിട്ടാണ്. അത് ആരുമായിക്കൊള്ളട്ടെ, ഇവിടെ ആര് നിന്നാലും നിൽക്കുന്നത് ആരായിട്ടാണ്? ക്രിസ്തുവിന്റെ പകരക്കാരൻ, പ്രതിപുരുഷനായിട്ടാണ്. യേശുവിന് എന്ത് സംസാരിക്കാനുണ്ടോ അത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ യേശുവിന് പറയാനുള്ള കാര്യം പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാര്യം പറയുമ്പോൾ കേട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യണം? അല്ലെങ്കിൽ കേൾക്കാൻ ഇരിക്കുന്നവരെല്ലാം യേശുവിന് പറയാനുള്ള കാര്യമാണ് എന്നതുപോലെ കേൾക്കണം. ആ സമയത്ത് വേറെ കാര്യങ്ങൾ നോക്കാൻ പോകരുത്, അല്ലെങ്കിൽ വേറെ ഭാഗം എടുത്ത് വായിക്കാൻ പോകരുത്. ചിലയിടത്ത് പ്രസംഗിച്ചു കഴിയുമ്പോൾ നമ്മൾ പ്രസംഗിക്കുന്ന ഉൽപ്പത്തി എന്നാണ്, പക്ഷെ ആള് വായിക്കുന്നത് വെളിപ്പാടിൽ നിന്നാണ്. അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാകരുത്. ശ്രദ്ധയോടുകൂടി ഇരിക്കണം. വചനം കേൾക്കാൻ ഒരു ദാഹം നമുക്ക് ഉണ്ടാകണം. ഈ വചനം കേൾക്കാൻ ദാഹം ഉണ്ടാകുന്ന എപ്പോഴാണെന്നറിയാമോ? എപ്പോഴാണ്? യഥാർത്ഥമായി രക്ഷിക്കപ്പെടുമ്പോഴാണ്. ഞാനിത് പറയുന്നത് ശ്രദ്ധിക്കണം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മളോട് വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാനായിട്ട് വാഞ്ചിക്കണം എന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയും ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ തൊട്ടു മുൻപിലുള്ള ഭാഗം പറയുന്നത് നിങ്ങൾ വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ വചനത്താൽ വീണ്ടും ജനിച്ചത് കൊണ്ട് വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കാനായിട്ട് വാഞ്ചിക്കണം. അപ്പൊ വചനത്താൽ ജനിച്ചില്ലെങ്കിലോ എന്തുണ്ടാകത്തില്ല? ഈ പാല് കുടിക്കാനുള്ള വാഞ്ച ഉണ്ടാകുന്നത് ഇല്ല. അപ്പൊ നമ്മൾ ആത്മീയമായി ജനിക്കുകയും നമ്മുടെ ആത്മാവ് വചനത്തിന് വേണ്ടി ദാഹിക്കുകയും ചെയ്യുന്ന ഒരനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. വചനത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കണം. നമുക്ക് എന്തെല്ലാം വചനം പഠിക്കാൻ വേണ്ടി ചെയ്യാമോ, കേൾക്കാൻ വേണ്ടി ചെയ്യാമോ, അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തയ്യാറാകണം. സമയം മാറ്റി വെക്കണം. ഒരുപക്ഷെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴാകാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് സഭയിലോട്ട് വന്നാകാം. എങ്ങനെയും വചനം കേൾക്കാൻ ഒരു അതിയായ വാഞ്ച നമുക്കുണ്ടാകണം. അത് നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ കഴിയുന്ന പ്രായോഗിക പാഠമാണ്. ഇനി ഒരു പാഠം കൂടെ പഠിച്ച് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നമ്മൾ 8-ാം അധ്യായം എടുക്കാം. മർക്കോസ് 8 എടുക്കാം. മർക്കോസ് 8-ന്റെ 22-ാം വാക്യം. മർക്കോസ് 8-ന്റെ 22-ാം വാക്യം. ആ ബേത്സയിദയിലെ രോഗിക്ക്, കുരുടന് യേശു കർത്താവ് സൗഖ്യം നൽകുന്ന സംഭവമാണ് അവിടെ ഉള്ളത്. അവിടെ പറയുന്ന ഒരു പ്രയോഗം ശ്രദ്ധേയമാണ്. അവനെ ആളുകൾ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഓക്കെ, ഒന്ന് വായിച്ചു 22-ാമത്തെ വാക്യം. അവനെ തൊടണം എന്ന്. അപ്പൊ ഒരാളെ യേശുവിന്റെ അടുക്കിലോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് അവനെ സൗഖ്യമാക്കണമേ എന്ന്, അല്ലെങ്കിൽ അവനെ തൊടണമേ എന്ന് അപേക്ഷിക്കുക. അപ്പൊ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാകണം. മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ ആകണം. അപ്പൊ ഗലീലയിലുള്ള പ്രവർത്തനത്തിൽ നിന്നും പഠിക്കാൻ കഴിയുന്ന 6 പാഠങ്ങളാണ്. ഒന്നാമത്തെ പാഠം അനുകമ്പയുള്ളവരാകുക. 2 അധികാരത്തോടെ സംസാരിക്കുക. 3 ആത്മാർത്ഥതയോടെ സംസാരിക്കുക. 4 ആവശ്യങ്ങൾക്ക് വേണ്ടി യാചിക്കുക. 5 വചനത്തിന് വേണ്ടി ദാഹിക്കുക. 6 മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി അധ്വാനിക്കുക. ഞാൻ നിമിത്തം മറ്റൊരാൾക്ക് അനുഗ്രഹം ഉണ്ടാകണം എന്ന ആഗ്രഹം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി എന്തെല്ലാം ത്യാഗം സഹിക്കാമോ അതെല്ലാം സഹിക്കാൻ നമ്മൾ തയ്യാറാവുകയും വേണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു പ്രധാന ശുശ്രൂഷ എന്നുള്ളത് യേശുവിന്റെ ശിഷ്യന്മാരെ ഒരുക്കുന്ന കാര്യമാണ്. യേശുവിന്റെ ശിഷ്യന്മാരെ ഒരുക്കുന്നു. അവിടെയും 6 സംഭവങ്ങൾ കാണാനായിട്ട് സാധിക്കും. പത്രോസ് യേശു ആരാണെന്ന് സാക്ഷീകരിക്കുന്നു. പത്രോസ് യേശു ആരാണ് എന്ന് സാക്ഷീകരിക്കുന്നു. പത്രോസ് യേശു ആരാണെന്ന് സാക്ഷീകരിച്ചു. മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെ, മത്തായി 16-ന്റെ 13 മുതൽ 20 വരെ, മർക്കോസ് 8-ന്റെ 27 മുതൽ 30 വരെ, മർക്കോസ് 8 27 മുതൽ 30 വരെ, ലൂക്കോസ് 9-ന്റെ 18 മുതൽ 20 വരെ, ലൂക്കോസ് 9-ന്റെ 18 മുതൽ 20 വരെ. രണ്ടാമത്തെ സംഭവം
യേശു തന്റെ മരണത്തെ കുറിച്ച് മുൻകൂട്ടി പറയുന്നു. യേശു തന്റെ മരണത്തെ കുറിച്ച് മുൻകൂട്ടി പറഞ്ഞു. മത്തായി 16 21 മുതൽ 23 വരെ, മത്തായി 16 21 മുതൽ 23 വരെ, മർക്കോസ് 8 31 മുതൽ 33 വരെ, മർക്കോസ് 8 31 മുതൽ 33 വരെ, ലൂക്കോസ് 9 21 മുതൽ 22, ലൂക്കോസ് 9 21 22. മൂന്നാമത്തെ കാര്യം, യേശുവിന്റെ രൂപാന്തരമാണ്. മറുരൂപമലയിൽ യേശു രൂപാന്തരപ്പെട്ടു. മറുരൂപമലയിൽ യേശു രൂപാന്തരപ്പെട്ടു. മത്തായി 17 1 മുതൽ 9 വരെ, മത്തായി 17 1 മുതൽ 9 വരെ, മർക്കോസ് 9 2 മുതൽ 10 വരെ, മർക്കോസ് 9 2 മുതൽ 10 വരെ, ലൂക്കോസ് 9 28 മുതൽ 36 വരെ, ലൂക്കോസ് 9 28 മുതൽ 36 വരെ. നാലാമത്തെ കാര്യം, യേശു ഭൂതഗ്രസ്തനായ ബാലന് സൗഖ്യം നൽകി. യേശു ഭൂതഗ്രസ്തനായ ബാലന് സൗഖ്യം നൽകി. മത്തായി 17 14 മുതൽ 18 വരെ, മത്തായി 17 14 മുതൽ 18 വരെ, മർക്കോസ് 9 14 മുതൽ 19 വരെ, മർക്കോസ് 9 14 മുതൽ 19 വരെ, ലൂക്കോസ് 9 37 മുതൽ 43 വരെ, ലൂക്കോസ് 9 37 മുതൽ 43 വരെ. അഞ്ചാമത്തെ കാര്യം, യേശു വീണ്ടും മരണത്തെക്കുറിച്ച് പറയുന്നു. യേശു വീണ്ടും മരണത്തെക്കുറിച്ച് പറഞ്ഞു. യേശു വീണ്ടും മരണത്തെക്കുറിച്ച് പറഞ്ഞു. മത്തായി 17 22 23, മത്തായി 17 22 23, മർക്കോസ് 9 30 മുതൽ 32 വരെ, മർക്കോസ് 9 30 മുതൽ 32 വരെ, ലൂക്കോസ് 9 43 മുതൽ 45 വരെ, ലൂക്കോസ് 9 43 മുതൽ 45 വരെ. ആറാമത്തെ കാര്യം, മീനിന്റെ വായിൽ നിന്നുള്ള പണം കൊണ്ട് യേശുവും പത്രോസും പള്ളിക്കരം കൊടുക്കുന്നു. മീനിന്റെ വായിൽ നിന്നുള്ള പണം കൊണ്ട് യേശുവും പത്രോസും പള്ളിക്ക് കരം കൊടുക്കുന്നു. പള്ളിക്കരം കൊടുത്തു. മത്തായി 17 24 മുതൽ 27 വരെ, മത്തായി 17 24 മുതൽ 27 വരെ. ഈ 6 കാര്യങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരെ ഒരുക്കുന്നതാണ്. ഇവിടെ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട 4 പാഠങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്ന്, മത്തായി 16 അധ്യായം 13 വാക്യം 15 വാക്യം. മത്തായി സുവിശേഷം 16 അധ്യായം 13 വാക്യം 15 വാക്യം. മത്തായി 16 13 15. ഓക്കെ, ഫസ്റ്റ് ചോദ്യം, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു. രണ്ടാമത്തെ ചോദ്യം 15 വാക്യം. മതി, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. 2 ചോദ്യങ്ങളാണ്. യേശുവിനെ കുറിച്ച് ആളുകൾ എന്താണ് പറയുന്നത്, ഇനി യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ 2 അറിവുകൾ നമുക്കുണ്ടാകണം. അപ്പൊ ഒന്നാമത്തെ പാഠം, അറിവുള്ളവരാകുക. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ യേശുവിനെ കുറിച്ചുള്ള ആളുകളുടെ അഭിപ്രായം എന്താ? യേശു ഒരു നല്ല മനുഷ്യനാണ്, ഒരു നല്ല ഗുരുവാണ്, ക്രിസ്ത്യാനികളുടെ നേതാവാണ്, മതസ്ഥാപകനാണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ആളുകൾക്ക് യേശുവിനെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ യേശു അഭിപ്രായമുണ്ട്, യേശുവിനെ കുറിച്ച് അഭിപ്രായമുണ്ട്. ഇനി നമുക്ക് എന്തറിയാം? ആദ്യ ശിഷ്യന്മാര് പറഞ്ഞു, നീ യോഹന്നാൻ സ്നാപകനാന്ന് പറയുന്നുണ്ട്, ഇന്ന പ്രവാചകനാന്ന് പറയുന്നുണ്ട്, ഇന്നയാളാണെന്ന് പറയുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. അപ്പൊ അടുത്ത ചോദ്യം, വാട്ട് ഡു യു നോ, അല്ലെങ്കിൽ വാട്ട് ഡു യു സേ അബൌട്ട് ജീസസ്? നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് എന്തറിയാം, അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് എന്ത് പറയും? എന്റെ ദൈവമക്കളെ, നമ്മളുടെ ജീവിതത്തിനകത്ത് നമ്മളുടെ പാസ്റ്റർക്ക് അല്ലെങ്കിൽ നമ്മുടെ സുവിശേഷകന് കർത്താവിനെ കുറിച്ച് എന്തറിയാം എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, പിന്നെ എന്തുകൊണ്ട് അറിയണം? നമുക്കെന്തറിയാം? ഈ എനിക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ എന്റെ പാസ്റ്റർ പറയുന്നതിനപ്പുറത്ത്, അല്ലെങ്കിൽ എന്റെ സുവിശേഷം പറയുന്നതിനപ്പുറത്ത് എന്ത് ചെയ്യണം? ഞാൻ അടുത്തറിയണം, ഞാൻ കൂടെ ജീവിക്കണം, ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കണം, അല്ലെ? ഇപ്പൊ ശിഷ്യന്മാര് ആൾക്കാര് പറയുന്ന കാര്യം മാത്രം അറിഞ്ഞാൽ പോരായിരുന്നു, അവർക്കും എന്ത് വേണമായിരുന്നു? ഒരറിവ്. ഇത് നമുക്കും ആവശ്യമാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ യേശുവിനെ കുറിച്ച് എന്ത് പറയും നമ്മൾ അറിഞ്ഞിരിക്കണം. 2, നമുക്ക് യേശുവിനെ കുറിച്ച് എന്തറിയാം?
ഹു ഈസ് ജീസസ് ടു മീ, യേശു എനിക്ക് ആരാ എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. അപ്പൊ യേശുവിനെ കുറിച്ച് അറിവുള്ളവരാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം 16:22 വാക്യം. 16:22 വാക്യം. നോക്കിയേ, യേശു പറയുകയാണ്, എന്നെ എന്ത് ചെയ്യും? എന്നെ കൊല്ലും, ഞാൻ മരിക്കാനിടയാകും എന്ന് പറയുമ്പോൾ ഈ പത്രോസ് യേശുവിനെ പതിയെ മാറ്റിക്കൊണ്ട് പോവുകയാണ്. മാറ്റിക്കൊണ്ട് പോയിട്ട് പറയുകയാണ്, കർത്താവേ നിനക്ക് അങ്ങനെ ഭവിക്കരുതേ. അപ്പൊ ആദ്യത്തെ വിളി എന്താ? മാസ്റ്റർ അല്ലെങ്കിൽ ലോർഡ്, കർത്താവേ എന്നാ. കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കർത്തൃത്വം നടത്തുന്നവൻ, അധികാരമുള്ളവൻ എന്നാ. അപ്പൊ ഈ അധികാരമുള്ള യേശു പറയുകയാണ് എന്നെ കൊല്ലും. അപ്പൊ ഇദ്ദേഹം പോയി പറയുകയാണ് അത് പറ്റത്തില്ല, അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പത്രോസിന് തൊട്ട് മുൻപ് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാ. അപ്പം കർത്താവ് പറയുകയാണ്, ബറിയോന ശീമോനെ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് ഈ കാര്യം വെളിപ്പെടുത്തി നൽകിയത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അരുളപ്പാടുള്ള ദർശനമുള്ള ആളാണ് ആര്? പത്രോസ്. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു അഭിനന്ദനം കിട്ടിയപ്പോ ഇനി ഞാൻ പറയുന്ന കാര്യമൊക്കെ ശരിയാകും എന്നുള്ള ചിന്തയുണ്ടായി. ചിന്തയോടെ പറയുകയാണ്, കർത്താവേ അല്ലെങ്കിൽ യജമാനനെ, എന്റെ അധികാരിയെ, നിനക്ക് അങ്ങനെ ഭവിക്കരുത്. അതൊരിക്കലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും കർത്താവിനോട് നോ പറയാൻ പാടില്ല. ഒരിക്കലും കർത്താവിനോട് എന്ത് പറയാൻ പാടില്ല? നോ പറയാൻ പാടില്ല. കാരണം അവൻ കർത്താവാ. കർത്താവെന്ന് വിളിച്ചാൽ പിന്നെ എന്തിന് അനുവാദമില്ല? നോ പറയാൻ അനുവാദമില്ല. കർത്താവെന്ന് വിളിച്ചാൽ പിന്നെ നോ പറയാൻ അനുവാദമില്ല. അനുസരിക്കാൻ മാത്രമേ അനുവാദമുള്ളൂ. കാരണം അവൻ കർത്താവാണ്. അവൻ നമ്മുടെ യജമാനനാണ്. ഇപ്പൊ യജമാനനാണെങ്കിൽ യജമാനൻ നോ പറയാൻ പറ്റത്തില്ല. ഈ പത്രോസ് പിന്നെയും നോ പറയുന്നുണ്ട്. അതെപ്പോഴാ? യോപ്പയിൽ വെച്ച് ഒരു ദുപ്പട്ടയില് ഈ അശുദ്ധ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ ഇറക്കുന്നതായിട്ട് ദർശനം കാണുന്നു. അത് വെട്ടി തിന്നാൻ പറയുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നതാണ്, കർത്താവേ പറ്റത്തില്ല, ഞാന് ഇതൊന്നും ഇന്നുവരെയും കഴിച്ചിട്ടില്ല എന്ന് പറയാം. കർത്താവിനോട് നോ പറയുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? പത്രോസിനുണ്ടായിരുന്നു. നമുക്ക് പക്ഷെ ഒരിക്കലും നോ പറയാൻ പാടില്ല. എന്ത് കർത്താവ് പറഞ്ഞോ അത് എന്ത് ചെയ്യണം? നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മൾക്കുണ്ടായ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് യേശുവിനെ നമ്മൾ കർത്താവായിട്ട് അംഗീകരിച്ചു. ഇനി എന്റെ ഇഷ്ടമല്ല, ആരുടെ ഇഷ്ടം? യേശുക്രിസ്തുവിന്റെ ഇഷ്ടം. ഇനി എന്റെ വഴികളല്ല, യേശുക്രിസ്തുവിന്റെ വഴികൾ. ഇനി എന്റെ ചിന്തകളല്ല, യേശുക്രിസ്തുവിന്റെ ചിന്തകൾ. ഇനി എന്റെ ജീവിതമല്ല, യേശുക്രിസ്തു പറയുന്നത് പോലെയുള്ള ജീവിതം. യേശു ഓടാൻ പറഞ്ഞ ഓടണം, നിൽക്കാൻ പറഞ്ഞ നിൽക്കണം, കഴിക്കാൻ പറഞ്ഞ കഴിക്കണം, ഇരിക്കാൻ പറഞ്ഞ ഇരിക്കണം, ചെയ്യാൻ പറഞ്ഞ ചെയ്യണം. ഒരിക്കലും കർത്താവിനോട് അയ്യോ കർത്താവേ നോ, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ചെയ്യത്തില്ല എന്ന് പറയാൻ ഇടയാകരുത്. എല്ലാത്തിനും എസ് പറയുന്ന അനുസരണമുള്ളവരായി നമ്മൾ മാറണം. രണ്ടാമത്തെ പാഠം അതാണ്. ഒന്നാമത്തെ പാഠം അറിവുള്ളവരാകുക. രണ്ടാമത്തെ പാഠം അനുസരണം. രക്ഷിക്കപ്പെട്ടോ, യേശുവിനെ കർത്താവായിട്ട് അംഗീകരിച്ചോ, യേശുവിനെ കർത്താവെന്ന് വിളിച്ചോ, പിന്നെ അങ്ങോട്ട് നോയില്ല. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യാം? അനുസരിക്കുക. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഒരിക്കൽ നോ പറഞ്ഞാൽ പിന്നെ അത് തിരുത്തി പറയാൻ വലിയ പാടാണ്. അത് പാടാന്ന് മാത്രമല്ല, ഈ നോ പറയുമ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, കർത്താവ് പറഞ്ഞ മറുപടി എന്താ? എന്താ കർത്താവ് ക്രിസ്തു പറഞ്ഞ മറുപടി? ഒന്ന് വായിച്ചു നോക്കി. തൊട്ടടുത്ത വാക്യം വായിച്ചു നോക്കി. 23-ാം വാക്യം. സാത്താനെ എന്നെ വിട്ടുപോകും, സാത്താനെ എന്നെ വിട്ടുപോകും. നീ എന്താ അന്വേഷിക്കുന്നത്? ആ ദൈവത്തിന്റെ നല്ല അന്വേഷിക്കുന്നത്. ആരുടെ അന്വേഷിക്കുന്നത്? അപ്പൊ സാത്താൻ അന്വേഷിക്കുന്ന ആരുടെ കാര്യമാണ്? മനുഷ്യന്റെ കാര്യമാണ്. സാത്താൻ അന്വേഷിക്കുന്ന ആരുടെ കാര്യമാണ്? മനുഷ്യന്റെ കാര്യമാണ്. ഈ ബോധ്യം നമുക്കുണ്ടാകണം. പലപ്പോഴും ഇന്ന് ആത്മീയ ഗോളത്തിനകത്ത് അല്ലെങ്കിൽ ക്രിസ്തീയ ഗോളത്തിനകത്ത് ഈ വീടുകൾ കയറി ഇറങ്ങിയും വിശ്വാസികളെ സ്വാധീനിച്ചും
മനുഷ്യന്റെ കാര്യം പറഞ്ഞ് അവരെ വലച്ചു കളയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ വന്ന് പറയും, ഞാനിങ്ങനെ കണ്ണടച്ചിരുന്നപ്പോ ദർശനം കണ്ടു, നിങ്ങൾ തണുപ്പുള്ള രാജ്യത്തേക്ക് പോകുന്നു, ദൈവം നിങ്ങളെ മാനിക്കുന്നു, ഈ വീട് മാറ്റി 2 നില വീട് തരും, ഈ കാറ് മാറ്റി ഇതിനേക്കാൾ വലിയ കാറ് തരും, ഈ അവസ്ഥയ്ക്ക് മാറ്റം തരും. ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് പോകും. പിന്നെ അന്ന് തൊട്ട് ഇവർക്ക് സ്വപ്നമാണ് എവിടെ പോകണം, തണുപ്പുള്ള നാട്ടിൽ പോകണം. തണുപ്പുള്ള നാട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, ഇവര് കടമെടുക്കും, ലോൺ എടുത്തിട്ട് പതിയെ അങ്ങോട്ട് പോകും. അവിടെ ചിലപ്പോൾ ഒന്നും സെറ്റ് ആകത്തില്ല. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാര് കിടന്ന് കഷ്ടപ്പെടുന്ന ലോൺ അടയ്ക്കാൻ. ആ പുള്ളി പുള്ളി അങ്ങ് പോയി. ഈ ആളുകൾക്ക് വേണ്ടി മനുഷ്യന്റെ കാര്യം പറയുന്നത് എപ്പോഴും പിശാചിന്റെ പണിയാണ്. നമ്മൾ ആരും എന്ത് ചെയ്യുന്നവരല്ല, പിശാചിന്റെ പണി ചെയ്യേണ്ടവരല്ല. ആരുടെ പണി ചെയ്യേണ്ടവരാ? ദൈവത്തിന്റെ ജോലി ചെയ്യേണ്ടവരാ. ഞാൻ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ നിൽക്കുമ്പോ ഞാൻ നിൽക്കുന്നത് ആരുടെ പ്രതിനിധിയായിട്ടാണ്? യേശു ക്രിസ്തുവിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ്, പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ യേശു പറയുന്ന കാര്യം മാത്രമേ ഞാൻ പറയാൻ പാടുള്ളൂ. യേശു പറയുന്ന കാര്യം മാത്രമേ ഞാൻ പറയാൻ പാടുള്ളൂ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു പ്രസംഗം നടത്തിയാലും ഒരു ലേഖനം എഴുതിയാലും ഒരു പ്രബോധനം പറഞ്ഞാലും എന്ത് ചെയ്താലും റിസർവ് ബാങ്കിൽ പണം അച്ചടിക്കുന്നവർ ചെയ്യാൻ പറ്റണം. റിസർവ് ബാങ്കിൽ പണം അച്ചടിക്കുന്നവരെ പ്രസംഗിക്കാൻ കഴിയണം. റിസർവ് ബാങ്കിൽ പണം അച്ചടിക്കുന്നവരെ പ്രബോധിപ്പിക്കാൻ പറ്റണം. റിസർവ് ബാങ്കിൽ പണം അടിക്കുന്ന പോലെ എഴുതാൻ പറ്റണം. എന്താ അതിന്റെ സവിശേഷത? റിസർവ് ബാങ്കിനകത്ത് എന്തെങ്കിലും പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നോട്ട് പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു മൂല്യം അവിടെ വെക്കും. ഇപ്പം 1,00,000 രൂപ എന്ത് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുന്നിരിക്കട്ടെ, 1,00,000 2,000 രൂപയുടെ നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്നു. അതിന് തക്കതായ മൂല്യം സ്വർണം വെച്ചിട്ടാണ് അത്രയും രൂപ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് 1 മണിക്കൂർ പ്രസംഗിക്കുമ്പോ ഇതിന്റെ പുറകിൽ എന്തുണ്ടാകണം? സ്പെൻഡ് ചെയ്യണം ടൈം. അല്ലാതെ ഓടി വന്ന് ഇങ്ങനെ മറിച്ച്, അല്ലെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ നോക്കി ഇന്നൊന്ന് ഇത് പ്രസംഗിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു പ്രസംഗ പുസ്തകം വാങ്ങിച്ചിട്ട് അതിലെ ഔട്ട്ലൈൻ എടുത്ത് പ്രസംഗിച്ചേക്കാം. നോ, അങ്ങനല്ല. റിസർവ് ബാങ്കിൽ പണം അടിക്കുന്നവർ പ്രസംഗിക്കാൻ പഠിക്കണം. പുറകിൽ സമയം സ്പെൻഡ് ചെയ്യണം. ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കണം. ദൈവത്തിന്റെ കാര്യം സംസാരിക്കണം. ഒരിക്കലും കർത്താവിനോട് നോ പറയാൻ പാടില്ല. അനുസരണം വരെ നമ്മൾ മാറണം. ഒരിക്കലും സാത്താൻ ചെയ്യുന്നത് പോലെ മനുഷ്യന്റെ കാര്യം അന്വേഷിക്കാൻ പാടില്ല. 3-ാമത്തെ പാഠം, നമുക്കൊരു അച്ചടക്കം വേണം. നമുക്കൊരു അച്ചടക്കം വേണം. വാക്യം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം. 17-ന്റെ 3-ാമത്തെ, മത്തായി 17-ന്റെ 3-ാമത്തെ വാക്യം. നമുക്കൊരു അച്ചടക്കം വേണം. ഓക്കെ, ഇവിടെ പത്രോസിന്റെ ഒരു പ്രാർത്ഥനയാണ്, അല്ലെ? പത്രോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. 2 കാര്യം പത്രോസ് പറയുന്നത്, 2 സെന്റൻസാ പറയുന്നത്. 1-ാമത്തെ സെന്റൻസ്, കർത്താവേ നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. 1-ാമത്തെ സെന്റൻസ്. 2-ാമത്തെ സെന്റൻസ് എന്തുവാ? നിനക്ക് ഇഷ്ടമെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് ഹിതമെങ്കിൽ 3 കുടിലുണ്ടാക്കാം. 1 ഏലിയാവിന്, 2 മോശയ്ക്ക്, 3 കർത്താവിന്. ഈ 2 വാചകത്തിൽ പത്രോസ് അന്വേഷിച്ച ദൈവഗ്രഹം ഏത് മാത്രമായിരുന്നു? 2 വാചകം പറഞ്ഞില്ലേ? 2 വാചകം പറഞ്ഞു. 1-ാമത്തെ വാചകം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. 2-ാമത്തെ വാചകം 3 കുടിൽ ഉണ്ടാക്കട്ടെ. ഇതിൽ ഏത് വാചകത്തിനാണ് ദൈവഹിതം അന്വേഷിച്ചത്? 2-ാമത്തേന് മാത്രമാണ്, അല്ലെ? ഇവിടെ ഇരിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചോ? അങ്ങയുടെ ഹിതമാണോ കർത്താവ് ഇവിടെ ഇരിക്കുന്നത് ചോദിച്ചോ? ചോദിച്ചില്ല. പുള്ളി തന്നെ തീരുമാനിച്ചു. അപ്പൊ പകുതി പുള്ളി തീരുമാനിച്ചു ഇതാണ് നല്ലത്. ബാക്കി പകുതിക്ക് എന്ത് വേണം? ദൈവഹിതം വേണം. കാരണം എന്താ? കുടിൽ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? അതിനുള്ള സാധനങ്ങൾ വേണം. സാധനം വേണമെങ്കിൽ ആര് തരണം? യേശു തരണം. പ്രവർത്തിക്കുന്നത് നല്ലതാണോ എന്നും ചോദിക്കണം. എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ചോദിക്കണം. കൺവെൻഷൻ നടത്തുന്നത് ദൈവഹിതമാണോ എന്ന് ചോദിക്കണം.
അതെങ്ങനെ നടത്തണമെന്ന് ചോദിക്കണം. പക്ഷെ ഇന്ന് എന്തേ ഉള്ളൂ, നമ്മളങ്ങ് തീരുമാനിക്കും പകുതി എന്താണ് നമ്മുടെ ഇഷ്ടമാണ്, ബാക്കി പകുതിക്ക് മാത്രം ഈ പണമുള്ളതിന് മാത്രം എന്ത് മതി, ദൈവഹിതം മതി. അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ആയ സാധനം വേണ്ടതിന് മാത്രം ദൈവഹിതം മതി. അത് അച്ചടക്കമല്ല. ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം, ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ 3 കുടിൽ ഉണ്ടാക്കാം. ഇതാ പറയേണ്ടിയിരുന്നത്. പക്ഷെ ഇദ്ദേഹം എന്താ പറയുന്നത്, ഇവിടെ ഇരിക്കും നല്ലത്. ബാക്കി 9 പേര് എവിടെയുണ്ട്, താഴ്വരയില്ല, അടിവാരത്ത. അവരവിടെ ഇരുന്നോട്ടെ, ഓരോ പ്രോബ്ലം. നമുക്ക് 3 പേർക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇരിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. ഇതൊരു അച്ചടക്കമില്ലായ്മയാണ്. നമ്മുടെ ശുശ്രൂഷകൾ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന് ഹിതമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ശുശ്രൂഷകൾ ചെയ്യാവുള്ളൂ. നമ്മുടെ സ്വന്തം ബോധ്യപ്രകാരം ഇന്ന് ഇങ്ങോട്ട് പോയേക്കാം, ഇന്ന സ്ഥലത്ത് പോയേക്കാം, അല്ലെങ്കിൽ കുറെ നാൾ ഇവിടെ പ്രവർത്തിച്ചേക്കാം, അങ്ങനെയല്ല. ദൈവം അയച്ചാൽ ഞാൻ ഇന്ന സ്ഥലത്ത് പ്രവർത്തിക്കും, ദൈവം അയച്ചാൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോകും. ദൈവം അയക്കുന്നിടത്ത് മാത്രം പോവുക, ദൈവം പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അത്തരം ശുശ്രൂഷകളാണ് നമുക്ക് ആവശ്യം. അന്ത്യോക്യ സഭയിൽ നിന്നാണ് ഈ പൗലോസിനെയും ബർന്നബാസിനെയും ദൈവം അയക്കുന്നത്. അദ്ദേഹം രക്ഷിക്കപ്പെടുന്ന സഭ അതൊന്നുമല്ല. രക്ഷിക്കപ്പെട്ടതോടെ വെച്ചാൽ ഡെമസ്കോസിലേക്ക് പോകുന്ന വഴിക്ക് അതിന്റെ പടിവാക്കിൽ എത്തിയപ്പോൾ അവിടെ താഴ്വര രക്ഷിക്കപ്പെടുന്നു, അല്ലെ? താഴ്വര അറിയുന്ന കർത്താവിനെ അറിയുന്നു, അവിടെ വരുന്നു. പിന്നീട് അദ്ദേഹം യെരൂശലേമിൽ പോകുന്നുണ്ട്. പിന്നെ അദ്ദേഹം തന്റെ സ്വന്തം സ്ഥലത്തിലേക്ക് കൈസരിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്നാണ് തിരിച്ച് അങ്ങോട്ട് വരുന്നത്, അന്ത്യോക്യയിലേക്ക് വരുന്നത്. അപ്പൊ ഈ അന്ത്യോക്യയിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുക, ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എടുക്കുന്നതിനിടയിലാണ് ദൈവം പറയുന്നത്, എന്ത് വേണം, നീ മിഷണറി ആയിട്ട് ഇറങ്ങിത്തിരിക്കണം. ഈ മിഷണറി ആയിട്ട് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി പറയുമ്പോൾ ഇദ്ദേഹവും ബർന്നബാസും കൂടെ യെരൂശലേമിലേക്ക് പോയി. യെരൂശലേമിലേക്ക് പോയിട്ട് അവിടെ നിന്ന് യോഹന്നാൻ എന്ന് മറുപേരുള്ള മർക്കോസിനെ കൂട്ടിക്കൊണ്ട് വന്നു. ഓക്കെ, ഈ മർക്കോസിനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നപ്പോ സഭയ്ക്ക് മനസ്സിലായി പൗലോസ് മിഷണറി ആയി പോകാനുള്ള ഒരുക്കത്തിലാണ്. സഭ എന്ത് ചെയ്തു, ഉമ്മരെന്ത് ചെയ്തു, ഒരു ഉപവാസ പ്രാർത്ഥന അനൗൺസ് ചെയ്തു അവർക്കിടയിൽ. അവരെല്ലാം കൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വേർതിരിച്ചിരിക്കുന്ന വേലയ്ക്ക് അവരെ പ്രാർത്ഥിച്ചയക്കണം. സഭയ്ക്കത് ബോധ്യം വന്നു, പ്രാർത്ഥിച്ചെന്ത് ചെയ്തു, അയച്ചു. എന്ത് ചെയ്യണമെന്ന് ആര് തീരുമാനിക്കണം, എവിടെ ചെയ്യണമെന്ന് ആര് തീരുമാനിക്കണം, ദൈവം തീരുമാനിക്കണം. ഒരച്ചടക്കം നമുക്ക് വേണം, ഒരച്ചടക്കം നമുക്ക് വേണം. 4-ാമത്തെ പാഠം 17-27 വാക്യം, അതേ അധ്യായം തന്നെ 27 വാക്യം. ഇവിടെ ഈ പള്ളിക്ക് കരം കൊടുക്കണം, പള്ളിക്ക് കരം കൊടുക്കണം. 30 വയസ്സിന് മുകളിലേക്കുള്ളവരാണ് കരം കൊടുക്കേണ്ടത്. 30 വയസ്സിന് മുകളിലേക്കുള്ളവരാണ് കരം കൊടുക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പത്രോസ് ഒഴികെ ബാക്കി എല്ലാവരും 30 വയസ്സിൽ താഴെയുള്ളവരാണ് എന്ന് നമ്മൾ അനുമാനിക്കുന്നതിന്റെ കാരണം ഈ വാക്യമാണ്. ഓക്കെ, കാരണം എന്താ, ഇവിടെ 2 പേർ കരം കൊടുത്തിട്ടുള്ളൂ, യേശുവിനും പത്രോസിനും. അപ്പൊ ഇവർ 2 പേരും എബോവ് 30 ആണ്, 30 വയസ്സിന് മുകളിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ആശയം. ഓക്കെ, അപ്പൊ എന്തായാലും കൊടുക്കാൻ കാശില്ല കയ്യിൽ, കൊടുക്കാനായിട്ട് കാശ് ഇല്ല. ഈ കിട്ടുന്ന പണമൊക്കെ ആരുടെ കയ്യില, യൂദയുടെ കയ്യില. അവൻ കള്ളനായതുകൊണ്ട് അതിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കും, അതുകൊണ്ട് അതിനകത്തൊന്നുമില്ല. പത്രോസിന്റെ കഥാവ് പറഞ്ഞു, നീ പോയി എന്ത് ചെയ്യണം, ചൂണ്ടലിടണം. ആദ്യം കിട്ടുന്ന ഈ മീനിന്റെ വായിൽ എന്തുണ്ടാകും, ചതുർദ്രഹം പണം ഉണ്ടാകും. അത് കൊണ്ടുപോയി എന്ത് ചെയ്യണം, കരം കൊടുക്കണം, കരം കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടുന്ന് 2 കാര്യം പഠിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്ത് ചെയ്യുന്നവരാകണം, അധീനപ്പെടുന്നവരാകണം. നിയമങ്ങൾക്ക് അധീനപ്പെടുന്നവരാകണം, നിയമങ്ങൾക്ക് അധീനപ്പെടുന്നവരാണ്. നമ്മൾ പാർക്കുന്ന രാജ്യത്ത് നിയമങ്ങൾ ഏതൊക്കെയുണ്ടോ ആ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ നിയമങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് എതിരാകാത്ത അത്രയും കാലം. സുവിശേഷ വേലയ്ക്ക് ആ നിയമങ്ങൾ എതിരാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യനെ അനുസരിക്കുന്ന യോഗ്യമല്ല, അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ അനുസരിക്കും എന്ന് പത്രോസും യോഹന്നാനും പറഞ്ഞതുപോലെ പറയാം. അല്ല, ബാക്കി നിയമങ്ങളൊക്കെ
നമുക്ക് ഒരു വിശ്വാസിയായി ജീവിച്ചുകൊണ്ട് അനുസരിക്കാൻ കഴിയുന്ന എല്ലാ നിയമങ്ങളെയും എന്ത് ചെയ്യണം? നമ്മൾ പാലിക്കണം. ടാക്സ് കൊടുക്കേണ്ട ഇടത്ത് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. ഒരു കള്ളത്തരവും നമ്മുടെ പണം ഇടപാടുകൾ കാണിക്കരുത്. ഒരു നിശ്ചിത തുക വെച്ചിട്ടുണ്ട് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് വെച്ചതിൽ കൂടുതൽ വരുമാനം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടാക്സ് കൊടുക്കണം. അല്ലാതെ നമ്മൾ അതിനകത്ത് കളിക്കലൊന്നും കാണിക്കരുത്, അതിനകത്ത് കള്ളത്തരമൊന്നും കാണിക്കരുത്. അതിനകത്ത് ഏതിടപാടിലും ഒരാളോട് കള്ളം പറയരുത്. നമുക്ക് കള്ളം പറഞ്ഞിട്ടോ കൈക്കൂലി കൊടുത്തിട്ടോ അങ്ങനത്തെ പരിപാടി നമുക്ക് വേണ്ട. നമ്മൾ സത്യസന്ധരായി ജീവിച്ചാൽ മതി. നമ്മളെല്ലാ നിയമത്തിനും അധീനപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ അങ്ങനെ അധീനപ്പെടണം. ഒരു കള്ളത്തരവും ഒരു മേഖലയിൽ നമ്മൾ കാണിക്കരുത്. രണ്ടാമത്തെ പാഠം ഇവിടെ കർത്താവ് പറയുകയാണ്, ആ കിട്ടുന്ന പണം കൊണ്ട് എന്ത് ചെയ്യണം? നോക്കിയേ, ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. എങ്ങനെ കൊടുക്കാനാ പറഞ്ഞേ? നിനക്കും എനിക്കുമാണോ, എനിക്കും നിനക്കുമാണോ? ആദ്യം ആർക്കാ? യേശുവിനാ. പിന്നെയാണ് ആർക്ക്? പത്രോസിന്. ഇനി നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നമുക്ക് മിച്ചം ഉണ്ടെങ്കിൽ കർത്താവിന്, അല്ലേ? അല്ല, ദൈവത്തിന് നമ്മുടെ പണമൊന്നും ആവശ്യമില്ല. നമ്മളൊക്കെ ബേസിക് ആയിട്ടായി നമ്മൾ മനസ്സിലാക്കും, ദൈവത്തിന് പണത്തിന്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് കൊടുക്കാനുള്ളതെല്ലാം ദൈവം നൽകിയതാണ്, അല്ലെ? ദൈവം തരാത്ത ഒരു നയാ പൈസ നമ്മുടെ കയ്യിലില്ല. പക്ഷെ നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് മാറ്റി വെക്കുന്നതിന് വേണ്ടി ആയിരിക്കണം, ദൈവത്തിന് വേണ്ടി ആയിരുന്നല്ല. ഞാൻ എല്ലാം ചെയ്തിട്ട് ഇനി മിച്ചമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ദൈവത്തിന് കൊടുക്കാം. അങ്ങനെയല്ല, ദൈവത്തിന് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം, ആദ്യം കൊടുക്കണം. എനിക്കും നിനക്ക് വേണ്ടി എന്ത് ചെയ്യാം? കൊടുക്കാം. നമ്മൾ കൊടുക്കുന്ന കാര്യത്തിൽ, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാം? എന്റെ എല്ലാ ആവശ്യവും കഴിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി ഇരുന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ തീരത്തില്ല. നമ്മുടെ ആവശ്യങ്ങൾ എപ്പോഴും ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ 100 രൂപ കിട്ടിയാൽ ആദ്യം എന്ത് ചെയ്തോണം? ദൈവത്തിന് വേണ്ടി മാറ്റി വെച്ചു. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പുതിയ നിയമത്തിനകത്ത് ഒരു തുകയും പറഞ്ഞിട്ടില്ല, ഉണ്ടോ? ദശാംശം പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമത്തിനകത്ത്? ഇല്ല. പുതിയ നിയമത്തിനകത്ത് ആകെയുള്ള കൽപ്പന സന്തോഷത്തോടെ കൊടുക്കണം, പ്രാപ്തിക്ക് മീതയും കൊടുക്കണം, ഓഹരി കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിശ്ചിതമായ ഒരു തുക ഇന്നില്ല, പുതിയ നിയമത്തിനകത്തില്ല. അത് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ പ്രാപ്തി എത്രയാ, നമ്മുടെ പ്രാപ്തിക്ക് മീതെ എത്രയാ, ഓഹരി നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് ഇറ്റ്സ് അപ് ടു ദ പേഴ്സൺ, നമ്മുടെ ഇതാണ്. പക്ഷെ നമ്മളെല്ലാം കഴിഞ്ഞിട്ടല്ല കർത്താവിന് കൊടുക്കേണ്ടത്. ആദ്യമാണ് എന്ത് ചെയ്യേണ്ടത്? കർത്താവിന് എനിക്കും നിനക്കുമാണ്, അല്ല നിനക്കും എനിക്കുമല്ല, എനിക്കും നിനക്കും ആണ്. അപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റുന്ന 6 പാഠങ്ങളാണ്. 1 അറിവുള്ളവരാകുക, 2 അനുസരണമുള്ളവരാകുക, 3 അച്ചടക്കമുള്ളവരാകുക, 4 അധീനപ്പെടുന്നവരാകുക, 5 കർത്താവിന് ആദ്യം കൊടുക്കുന്നവരാകുക, അല്ലെങ്കിൽ ആദ്യം കർത്താവിന് കൊടുക്കുന്നവരാകുക, ആദ്യം കർത്താവിന് കൊടുക്കുന്നവരാകുക. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രധാന സംഭവം യേശു സഭയുമായി ബന്ധപ്പെട്ട പഠിപ്പിക്കലുകൾ നൽകുന്നു എന്നുള്ളതാണ്. യേശു സഭയുമായി ബന്ധപ്പെട്ട പഠിപ്പിക്കലുകൾ നൽകുന്നു. അവിടെ നമുക്ക് 6 കാര്യം പഠിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവരും ദൈവരാജ്യത്തിൽ വലിയവരും ആരാണ് എന്ന് വ്യക്തമാക്കി. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവരും ദൈവരാജ്യത്തിൽ വലിയവരും ആരാണ് എന്ന് വ്യക്തമാക്കി. മത്തായി സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെ, മത്തായി 18-ന്റെ 1 മുതൽ 5 വരെ, മർക്കോസ് 9-ന്റെ 33 മുതൽ 37 വരെ, മർക്കോസ് 9-ന്റെ 33 മുതൽ 37 വരെ, ലൂക്കോസ് 9-ന്റെ 46 മുതൽ 48 വരെ. ലൂക്കോസ് 9, 46, 48. രണ്ടാമത്തെ പ്രധാന സംഭവം യേശുവിന്റെ നാമത്തിലുള്ള പ്രവൃത്തികളാണ്. യേശുവിന്റെ നാമത്തിലുള്ള പ്രവൃത്തികൾ. മർക്കോസ് 9-ന്റെ 38 മുതൽ 41 വരെ, മർക്കോസ് 9-ന്റെ 38 മുതൽ 41 വരെ, ലൂക്കോസ് 9-ന്റെ 49 മുതൽ 50 വരെ, ലൂക്കോസ് 9-ന്റെ 49 മുതൽ 50 വരെ. മൂന്നാമത്തെ കാര്യം, പരീക്ഷകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി.
പരീക്ഷകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി. മത്തായി 18ന്റെ 8 മുതൽ 9 വരെ, മത്തായി 18ന്റെ 8 മുതൽ 9 വരെ, മർക്കോസ് 9ന്റെ 43 മുതൽ 50 വരെ, മർക്കോസ് 9ന്റെ 43 മുതൽ 50 വരെ. നാലാമത്തെ കാര്യം നഷ്ടപ്പെട്ട ആടിന്റെ ഉപമ. 4 നഷ്ടപ്പെട്ട ആടിന്റെ ഉപമ. മത്തായി 18ന്റെ 10 മുതൽ 14 വരെ, മത്തായി 18ന്റെ 10 മുതൽ 14 വരെ. അഞ്ചാമത്തെ കാര്യം സഭയിലെ ശിക്ഷണ നടപടികളെ കുറിച്ച് പഠിപ്പിച്ചു. 5 സഭയിലെ ശിക്ഷണ നടപടികളെ കുറിച്ച് പഠിപ്പിച്ചു. മത്തായി 18ന്റെ 15 മുതൽ 17 വരെ, മത്തായി 18ന്റെ 15 മുതൽ 17 വരെ. ആറാമത്തെ കാര്യം ക്ഷമിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിച്ചു. 6 ക്ഷമിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിച്ചു. മത്തായി 18ന്റെ 21 മുതൽ 35 വരെ, മത്തായി 18ന്റെ 21 മുതൽ 35 വരെ. നമുക്ക് ഇവിടെ നിന്നുള്ള പ്രായോഗികമായ പാഠങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രായോഗിക പാഠം മത്തായി 18ന്റെ 3 മുതൽ 5 വരെ, മത്തായി 18ന്റെ 3 മുതൽ 5 വരെ. ഇവിടെ നമുക്ക് കാണുന്ന കാര്യം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ആരാണ് എന്നും അവിടെ ഏറ്റവും വലിയവരാണ് ആരാണ് എന്നുമാണ് പറയുന്നത്. ഇവിടുത്തെ പാഠം എന്താണ്? ശിശുവിനെ പോലെ താഴ്മയുള്ളവരാകുക. അപ്പൊ പാഠം എന്താണ്? ശിശുവിനെ പോലെ താഴ്മയുള്ളവർ. അത് ശിശു എന്ന് പറയുന്നില്ല, താഴ്മയുള്ളവരാകുക, താഴ്മയുള്ളവർ ആകുക. താഴ്മയ്ക്കും യഹോഭക്തിയുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു. താഴ്മയുള്ളവരെ ദൈവം ഉയർത്തുകയും നിഗളികളോട് എതിർത്ത് നിൽക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കണം? താഴ്മയോടെ ജീവിക്കണം. അതായത് ഞാൻ നിങ്ങളുടെ സെർവന്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ദാസനാണ് എന്ന മനോഭാവമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. താഴ്മയോടെ നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. ഈ ക്രിസ്തീയ ജീവിതം മുഴുവൻ ഞാൻ എന്തോ ആണ്, ഐ ആം സംതിങ് എന്നൊരു തോന്നൽ നമുക്ക് ആർക്കും ഉണ്ടാകാനായിട്ട് പാടില്ല. എപ്പോഴും നമ്മൾ താഴ്മയോടെ എന്ത് ചെയ്യണം? ജീവിക്കണം. നമുക്ക് താഴ്മ ഒരു സ്വഭാവമായി തന്നെ ഇരിക്കണം. ഞാൻ അഹങ്കാരിയാണ് അല്ലെങ്കിൽ എന്ന് ആളുകൾ തോന്നാൻ പാടില്ല. അത് മാത്രമല്ല, ഞാൻ എന്തോ സംതിങ് ആണെന്ന നിലയിൽ നമ്മൾ ജീവിക്കാനായിട്ട് പാടില്ല. എപ്പോഴും താഴ്മയുള്ളവർ, മറ്റുള്ളവരുടെ സെർവന്റായി നമ്മെ തന്നെ കാണുക, മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായിട്ട് എണ്ണുക, അവരെ ബഹുമാനിക്കുക, അവരെ പരിഗണിക്കുക. ഇതൊക്കെ നമ്മുടെ സ്വഭാവമായിട്ട് മാറണം. താഴ്മയോടെ നമ്മൾ ജീവിക്കണം. രണ്ടാമത്തെ പാഠം, നമ്മളൊരു തുറന്ന മനസ്സുള്ളവരായിട്ട് മാറണം. നമുക്കത് വായിക്കാൻ കഴിയുന്നത് ലൂക്കോസ് 9ന്റെ 49 50. ലൂക്കോസ് 9ന്റെ 49 50. യേശുവിന്റെ നാമത്തിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നു? ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഈ ഭൂതങ്ങളെ പുറത്താക്കുന്ന ആളുകൾ ആരല്ല? യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരല്ല. അപ്പം യോഹന്നാൻ എന്ത് ചെയ്തു? മേലാ ചെയ്യരുത് എന്ന് ഇവരോട് പറഞ്ഞു. എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, യേശുവേ, നിന്റെ നാമത്തിൽ കുറച്ചു പേര് ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടു. ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ മേല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ യേശു പറയുകയാണ്, അങ്ങനെ അരുത്, അവര് ചെയ്തോട്ടെ, അവര് ചെയ്തോട്ടെ. നമുക്ക് പ്രതികൂലമല്ലാത്തവർ നമുക്ക് അനുകൂലമാണ്. അപ്പൊ നമുക്ക് എന്താ ശരിക്കും വേണ്ടത്? ഒരു തുറന്ന മനസ്സ് വേണം. ഒരു തുറന്ന മനസ്സ് വേണം. തുറന്ന മനസ്സ് നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ, ഈ മറ്റുള്ളവരെ കൂടെ അംഗീകരിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. ഈ സ്മാർട്ട് ഫോണിന്റെ കടന്നു വരവോടുകൂടെ നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത്, ഒരുപാട് അകലം വന്നുപോയി സഭകൾ തമ്മിൽ, അല്ലെ? ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ആർക്കും, പണ്ടൊക്കെ പറയാവുന്ന വാളെടുക്കുന്നവരൊക്കെ വെളിച്ചപ്പാട് എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ആർക്കും എന്തും എഴുതിയിടാം. ഈ എഴുതിയിടുന്നത് മൊത്തവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റങ്ങളാണ്. ബ്രദറുകാരെഴുതുന്ന പെന്തക്കോസ്തരെ കുറ്റം പറയും, അവരെഴുതുന്ന ബ്രദറുകാരെ കുറ്റം പറയും, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ബാപ്റ്റിസ്റ്റുകാരെ കുറ്റം പറയും, ബാപ്റ്റിസ്റ്റുകാരെഴുതുന്ന നമ്മളെ കുറ്റം പറയും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക, പഴി പറയുക, കുറ്റം പറയുക, മറ്റൊരാളുടെ ഇത് പറയുക, അവരെ തരം താഴ്ത്തുക, ഇങ്ങനെ ഒരു ടെൻഡൻസിയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് എന്ത് വേണം? ഒരു തുറന്ന മനസ്സ് വേണം. എങ്ങനെയാണെങ്കിലും അവർ ക്രിസ്തുവിനെയാണല്ലോ പ്രസംഗിക്കുന്നതെന്ന് ഓർക്കണം നമ്മൾ.
അല്ലാതെ അവരൊക്കെ തെറ്റാണ്, അവരെല്ലാം നരകത്തിൽ പോകും, അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. അവരിൽ അംഗീകരിക്കേണ്ട കാര്യങ്ങൾ അംഗീകരിക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. ഈ ശലോമോനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ശലോമോന് കടൽക്കരയിലെ മണൽ പോലെ ഒരു ഹൃദയ വിശാലത കൊടുത്തു. കടൽക്കരയിലെ മണൽ പോലെ ഹൃദയ വിശാലത കൊടുത്തു. ഒന്ന് രാജാക്കന്മാർ 5:29 വാക്യം. 1 രാജാക്കന്മാർ 5:29 വാക്യം. കടൽക്കരയിലെ മണൽ പോലെ ഹൃദയ വിശാലത കൊടുത്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് മറ്റുള്ളവരെ കൂടെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് ശരി എന്ന് കരുതാതെ മറ്റുള്ളവരും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് കരുതാൻ. ശരിയാണ്, എല്ലാവരിലും കുറവുകൾ ഉണ്ടാകാം, ചില പോരായ്മകൾ ഉണ്ടാകാം, ചില ഉപദേശപരമായ ഡിഫറൻസുകൾ ഉണ്ടാകാം. പക്ഷെ ചേർത്ത് നിൽക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? ചേർത്ത് അവരെല്ലാം കൊള്ളരുതാത്തവരാണെന്ന് പറയാൻ പാടില്ല. അവരെയും എന്ത് കാണണം? മനുഷ്യരായി കണ്ടും ദൈവമക്കളായി കണ്ടും എന്ത് ചെയ്യണം? നമ്മൾ ആദരിക്കണം. ചുമ്മാ വെറുതെ ബന്ധക്കോസ് ആണോ എന്നാ ഇങ്ങോട്ട് വരണ്ട, അങ്ങനെയൊന്നും പറയരുത്. അല്ലെങ്കിൽ ബ്രദർ ആണോ, വേണ്ട, അങ്ങനെയൊന്നും അല്ല. നമുക്ക് അവരെ കൂടെ അംഗീകരിക്കാൻ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം, ഒരു തുറന്ന മനസ്സുണ്ടാകും. ഞാൻ പറയുന്നത് അവരുടെ എല്ലാം അംഗീകരിക്കാനൊന്നുമല്ല. എല്ലാവരുടെ ഭാഗത്തും കുറവുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഭാഗത്ത് ചില പ്രശ്നങ്ങളുണ്ട്, അവരുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് നമ്മുടെ കൂടെ അല്ല എന്ന് പറഞ്ഞ് അവര് മോശമാകണമെന്ന് നിർബന്ധമില്ല. അവർ നമ്മുടെ കൂടെ അല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അവർ മോശമാകണമെന്നില്ല. അവരിലും നല്ല ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഈ സഭകളുടെ പേരിലോ വിശ്വാസങ്ങളുടെ പേരിലോ ആളുകളെ കാണാതെ ആളുകളെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. അവരെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അവരെ കൂടെ ചേർത്ത് പിടിക്കാനോ സഹായിക്കാനോ ഒരാവശ്യം വന്നാൽ കൂടെ നമുക്ക് സാധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുന്ന പരിപാടി നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പിൽ നമ്മൾ അബദ്ധവശാൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോകണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. ഇങ്ങനത്തെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നമ്മൾ ഇടം കൊടുക്കരുത്, നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. അങ്ങനെ എന്നെ ചില ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യും. എന്നിട്ട് പറയും ഇത് നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണ്, അപ്പൊ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ അപ്പോഴേ പറയും നോ, എനിക്ക് ഒത്തിരി പരിപാടികളുണ്ട്, ഞാൻ ഇതിനില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നിട്ടുണ്ട്. കുറെ ഗ്രൂപ്പിൽ നിന്ന്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഏതാണ്ട് 5-6 ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ഉദ്ദേശം കുറ്റം പറയല, നമ്മുടെ ആൾക്കാരുടെ കുറ്റം പറയുക, മറ്റേ സഭക്കാരുടെ കുറ്റം പറയുക, ഇതൊന്നും കേട്ടിരിക്കാൻ നമുക്ക് സമയമില്ല. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പറഞ്ഞേക്കുന്നത് അല്ലെ? ആകെ അല്പ സമയമേ ഉള്ളൂ, അത് തക്കത്തിൽ ഉപയോഗിക്കാം. നമുക്ക് ഈ കുറ്റം കേൾക്കാനും കുറ്റം പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് നമ്മൾ തുറന്ന മനസ്സുള്ളവരാകുക, അംഗീകരിക്കേണ്ടവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അംഗീകരിക്കുക. ശലോമോന്റെ ഹൃദയ വിശാലത അത് കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നു. മറ്റുള്ളവരെ കൂടെ അംഗീകരിക്കാൻ കഴിഞ്ഞു. നമുക്കും അങ്ങനെ അംഗീകരിക്കാനായിട്ട് സാധിക്കട്ടെ. മൂന്നാമത്തെ പാഠം, നമ്മൾ തടസ്സങ്ങളില്ലാത്തവരാകുക എന്നുള്ളതാണ്. തടസ്സങ്ങളില്ലാത്തവരാകുക. ഒന്നാമതായിട്ട് 18-ാം അധ്യായം 8-9 വാക്യം. മത്തായി 18:8-9. നിന്റെ കണ്ണ് തീർച്ചയായും അതിനെ ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക, അല്ലെ? കയ്യും കാലും തീർച്ചയായും ചുഴന്നെടുത്ത് അതിനെ വെട്ടിക്കളയുക. ഇവിടെ പറയുന്ന കാര്യം, നമ്മുടെ അവയവങ്ങൾ നമുക്ക് എന്താകാൻ പാടില്ല? ഒരു തടസ്സമാകാനായിട്ട് പാടില്ല. നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ നമുക്ക് തടസ്സമാകാനായിട്ട് പാടില്ല. നമ്മുടെ കണ്ണ് പ്രശ്നമാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? കണ്ണിങ്ങനെ പറിച്ചു കളയാനല്ല, അതിനെ മരിപ്പിക്കുക. അതാ ഉദ്ദേശിക്കുന്ന കാര്യം. കണ്ണെന്ത് ചെയ്യുക? മരിപ്പിക്കുക. ഇതെന്റെ കണ്ണല്ല, ആരുടെ കണ്ണാണ്? യേശുവിന്റെ കണ്ണാണെന്ന് വിശ്വസിക്കുക. യേശു എന്ത് കാണുമോ അത് മാത്രം കാണുക. മനസ്സിലായോ? അല്ലാതെ കണ്ണിങ്ങനെ പറിച്ചു കളയാനല്ല. അല്ലെ നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എനിക്ക് കണ്ണ് വേണ്ടത് എടുത്തെന്ന് പറയാനല്ല. നമ്മുടെ കണ്ണ് എന്ത് വിശ്വസിക്കണം? ഇത് ജോൺ സല്ലാസറിന്റെ കണ്ണല്ല, ആരുടെ കണ്ണാണ്? യേശുവിന്റെ കണ്ണാണ്. അപ്പൊ യേശു എന്ത് കാണുമോ അത് മാത്രം ഞാൻ കാണണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യേശു ഇങ്ങനെ ഈ തിരിച്ചതിരത്തിൽ എന്തെങ്കിലും കണ്ട് ചിരിച്ചിരിക്കുമെന്ന്? നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ കാണാൻ പാടില്ല. യേശു കാണാത്തൊന്നും നമ്മൾ കാണാൻ പാടില്ല. കണ്ണ് ഇടർച്ചയാകാൻ പാടില്ല. നമ്മുടെ കൈയും കാലും ഇടർച്ചയാകാൻ പാടില്ല. യേശു തൊടാത്ത ഒന്നിനെയും പറഞ്ഞേ നമ്മൾ തൊടരുത്. ഓക്കെ, യേശു തൊടാത്ത ഒന്നിനെയും നമ്മൾ തൊടരുത്.
യേശു നടക്കാത്ത ഒരു വഴിയിലും നമ്മൾ നടക്കരുത്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മുടെ കൈയും കാലും നമ്മുടെ കണ്ണും നമുക്ക് ഇടർച്ചയാകാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മറിയയെ കുറിച്ച്. മറിയ ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഞാൻ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ലായകയാൽ എങ്ങനെ ഞാൻ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇതേ ദൂതൻ 6 മാസം മുൻപ് യോഹന്നാൻ സ്നാപകന്റെ അപ്പനായ സെക്കരിയാവിന്റെ അടുക്കൽ പോയി പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിങ്ങൾക്കൊരു മകൻ ജനിക്കാൻ പോകും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കും വയസ്സായി, എന്റെ ഭാര്യയ്ക്കും വയസ്സായി, ഇനി എങ്ങനെ കുഞ്ഞുണ്ടാകും? ഗബ്രിയേൽ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന ദൂതനാണ്, ദൈവത്തിൽ നിന്ന് ആലോചന കൊണ്ടുവന്നവനാണ്. ആ എന്നെ നീ സംശയിച്ചത് കൊണ്ട് കുഞ്ഞ് ജനിക്കും വരെ ഒരക്ഷരം വേണ്ടിയേക്കരുത്. ആ ശേഷി അതോടെ നഷ്ടപ്പെട്ടു. അതേ ദൂതൻ 6 മാസം കഴിഞ്ഞ് മറിയുടെ അടുക്കൽ വരുന്നു. മറിയ സംശയം പറയുന്നു. പക്ഷെ ദൂതൻ ഈ മറിയയ്ക്ക് ഒരു ശിക്ഷയും കൊടുക്കുന്നില്ല. കൊണ്ടോ? മറിയ പിന്നെ സംസാരിക്കുക. എന്താ കാരണം? മറിയ പറഞ്ഞത് സാക്ഷ്യമാണ്, സെക്കറിയാവ് പറഞ്ഞത് സംശയമാണ്. മറിയ പറഞ്ഞത് സാക്ഷ്യമാണ്. വിവാഹത്തിന്റെ ആ സമയം വരെ ഞാൻ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, വിവാഹത്തിന് സമയം വരെ ഞാൻ പെൺകുട്ടിയെ അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ യുവാക്കന്മാർ കഴിയണം. അപ്പൊ യേശു തൊടാത്ത ഒന്നിനെയും നമ്മുടെ കൈ തൊടരുത്. യേശു നടക്കാത്ത ഒരു വഴിയിലും നമ്മൾ നടക്കരുത്. നമ്മുടെ അവയവങ്ങൾ തടസ്സമാകരുത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സഹോദരങ്ങൾ തടസ്സമാകരുത്. നമ്മുടെ സഹോദരങ്ങൾ തടസ്സമാകരുത്. 10 മുതൽ 14 വരെ, 18-ന്റെ 10 മുതൽ 14. ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. അവർക്കെല്ലാം ദൂതന്മാരുണ്ട്. ആ ദൂതന്മാര് സ്വർഗത്തിലുള്ള എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ ആൾക്കാരെ അല്ലെങ്കിൽ ശിശുക്കളെ അല്ലെങ്കിൽ പ്രായത്തിൽ കുറഞ്ഞവരും തുച്ഛീകരിക്കാനായിട്ട് പാടില്ല. നമ്മുടെ സഹോദരങ്ങൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സംസാരിക്കാൻ പാടില്ല. അവർ ദുഃഖിച്ചാൽ അവരുടെ ദൂതന്മാര് ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. അവരെന്ത് ചെയ്യും? ദൈവത്തിന്റെ മുഖം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെല്ലാം ആരുണ്ട്? ദൂതന്മാരുണ്ട്. ആ ദൂതന്മാര് ആരുടെ മുഖം കാണുന്നു? ദൈവത്തിന്റെ മുഖം കാണും. അപ്പൊ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല? പോട്ടെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. തുച്ഛീകരിക്കരുത് ആരെയും. അപ്പൊ നമ്മുടെ സഹോദരന്മാരുടെ നമുക്ക് ഇടർച്ചയാകാൻ പാടില്ല. നമുക്ക് അവരോട് നന്നായി ഇടപെടാൻ സാധിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് കഴിയണം. ഓക്കെ, ഇനി നമ്മുടെ മനസാക്ഷി കൂടെ കുറ്റപ്പെടുത്താനായിട്ട് പാടില്ല. നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്താനായിട്ട് പാടില്ല. അത് 21, 22. മത്തായി 18, 21, 22. ആ ആ ആ അപ്പൊ നമ്മുടെ മനസാക്ഷിയെ നമ്മൾ എന്ത് ചെയ്യണം? സഹോദരന്മാരോട് ക്ഷമിക്കണം. എത്രയോട് ക്ഷമിക്കണം? 7-70 വട്ടം. അപ്പൊ 7, 7, 49, 490. അങ്ങനെ എണ്ണി ക്ഷമിക്കാനല്ല. പിന്നെയോ ഒരു എൻലെസ് ആയിട്ട് എത്രത്തോളം അവസാനം വരെ ക്ഷമിക്കുക. ഞാൻ അതിന് ഒരു ഉദാഹരണം പഴയ നിന്ന് പറയാം, പെട്ടെന്ന് പറയാം. ഈ നമ്മുടെ ഇസഹാക്ക് ഗരാരിൽ പറഞ്ഞ സമയത്ത് ഈ ഫെലിസ്ത്യര് അബ്രഹാം കുഴിച്ച ഈ കിണറെല്ലാം എന്ത് ചെയ്തിരുന്നു? മൂടിയിരുന്നു. അപ്പം ഇസഹാക്ക് എന്ത് ചെയ്തു? ആ കിണറെല്ലാം എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും ഇങ്ങനെ വീണ്ടും കുത്തി. അപ്പൻ കുഴിച്ചിട്ട് ഫെലിസ്ത്യര് മൂടിക്കളഞ്ഞ കിണറ് ഇസഹാക്ക് വീണ്ടും കുത്തി. അങ്ങനെ കുത്തിയ സമയത്ത് ഈ ഫെലിസ്ത്യര് വരും, എന്ത് ചെയ്യും? വഴക്ക് ഉണ്ടാക്കും. നോക്കി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഈ ഉൽപ്പത്തി 26-ന്റെ 17 വായിക്കാം. അങ്ങനെ ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗരാർ താഴ്വരയിൽ കൂടാരമടിച്ചു, അവിടെ പാർത്തു. തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം
ഫെലിസ്ത്യർ നികത്തി കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ച് തന്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേർ തന്നെ ഇട്ടു. ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു നീറുള്ള ഒരു കിണർ കണ്ടു. അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞു. ഇസ്ഹാക്കിന്റെ ഇടയന്മാരോട് ചണ്ടയിട്ടു. അവർ തന്നോട് ചണ്ടയിട്ടത് കൊണ്ട് അവൻ ആ കിണറ്റിന് ഏശക് എന്ന് പേർ വിളിച്ചു. അവൻ മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ചും അവർ ചണ്ടയിട്ടത് കൊണ്ട് അവൻ അതിന് സിത്ന എന്ന് പേർ വിളിച്ചു. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ചണ്ടയിട്ടില്ല. ഇപ്പോൾ യഹോവ ഇപ്പോൾ നമുക്ക് ഇടം ഉണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേര്. അപ്പൊ എത്രത്തോളം ക്ഷമിക്കണം? ഈ ഒരു മാതൃക വെച്ചാൽ എത്രത്തോളം വഴക്കുണ്ടാക്കാതിരിക്കുവോ അത്രത്തോളം ക്ഷമിക്കണം. അപ്പൊ രഹബോത്ത് വരെ ക്ഷമിക്കണം. ആദ്യം ഒരു കിണർ കുഴിച്ചു, അപ്പൻ കുഴിച്ച കിണറാ, അത് ഒരു മൂടിയായിരുന്നു. ഈ പുള്ളി വീണ്ടും കുഴിച്ചു, വെള്ളം കണ്ടു, വന്ന് വഴക്കുണ്ടാക്കി. ശരി, നിങ്ങളുടെയാണോ? ഞാൻ അപ്പുറത്തോട്ട് മാറിയേക്കാം. കുറച്ച് അപ്പുറത്ത് മാറി അടുത്ത കിണർ കുഴിച്ചു, അപ്പോഴും ഒന്ന് വഴക്കുണ്ടാക്കി. നിങ്ങളുടെയാണോ? ഓക്കെ, ഞാൻ അപ്പുറത്തോട്ട് മാറിയേക്കാം. അങ്ങോട്ട് മാറി കിണർ കുഴിച്ചു. അങ്ങനെ ഏറ്റവും അവസാനം രഹബോത്ത് എന്ന കിണർ കുത്തി വഴക്കുണ്ടാക്കി ഇടം പറഞ്ഞു. ഇനി നമുക്ക് എന്തുണ്ടാകും? ഇടം. അപ്പം വഴക്കുണ്ടാക്കാത്ത സമയം വരെയും ഇവര് മാറുന്നത് വരെയും നമ്മൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുക. അതാ, ശത്രുക്കൾ മാറും വരെ, നമ്മൾ ശത്രുതയോടെ പെരുമാറുന്നവർ മാറും വരെ നമ്മൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ഞാൻ 1 ക്ഷമിച്ചു, ഞാൻ 2 ക്ഷമിച്ചു, ഞാൻ 3 ക്ഷമിച്ചു, ഇനിയും പറഞ്ഞാൽ അടിക്കും, അതല്ല. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കൊടുക്കും. നോ, അവര് പറയാത്ത സമയം വരും, അതുവരെയും ക്ഷമിക്കണം. രഹബോത്ത് വരെ ക്ഷമിക്കണം. 70 വട്ടം. നമ്മുടെ മനസ്സാക്ഷി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കുറ്റപ്പെടുത്താൻ പാടില്ല. നീ അവനോട് ക്ഷമിക്കാതെയാണ് തിരുവത്താഴ്ച പകർന്നത്. അതൊരിക്കലും നമ്മുടെ മനസ്സാക്ഷി പറയാൻ പാടില്ല. ദൈവത്തോട് നല്ല മനസ്സാക്ഷി വേണം, മനുഷ്യരോട് നല്ല മനസ്സാക്ഷി നമുക്ക് വേണം. ഓക്കെ, അപ്പൊ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നിന്നുള്ള 3 പ്രധാന പാഠങ്ങൾ: 1, താഴ്മയുള്ളവരാകുക; 2, തുറന്ന മനസ്സുള്ളവരാകുക; 3, തടസ്സങ്ങളില്ലാത്തവരാകുക. അവയവങ്ങൾ തടസ്സമാകരുത്, സഹോദരങ്ങൾ തടസ്സമാകരുത്, നമ്മുടെ മനസ്സാക്ഷി അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തടസ്സമാകാനായിട്ട് പാടില്ല. ഒരാളോടും പക വെച്ചുകൊണ്ടിരിക്കരുത്. ഇരുട്ടുന്നതിന് മുൻപ്, സൂര്യൻ അസ്തമിക്കും മുൻപ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. ആരോടും പക വെച്ചുകൊണ്ടിരിക്കരുത്, ആരോടും പിണങ്ങിയിരിക്കരുത്. എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, 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 അവസാനത്തോളം ക്ഷമിക്കുക. അവര് നന്നാകും വരെ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ അവര് വടക്കുണ്ടാകാത്ത സാഹചര്യം വരെ, രഹബോത്ത് വരെ ക്ഷമിക്കുക, രഹബോത്ത് വരെ ക്ഷമിക്കുക. ഇത്രയുമാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ കഴിഞ്ഞത്. നമുക്ക് അടുത്ത ആഴ്ചയില് 4, 5, 6, 7 എന്നുള്ള 3 പ്രധാന കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ അതിനായി